ജനതാ ഗാരേജിലൂടെ മോഹൻലാൽ വീണ്ടും തെലുങ്ക് സിനിമാ പ്രേമികളുടെ കയ്യിലെടുക്കുന്നു. മോഹൻലാലിനോട് ആരാധന മൂത്ത ഫാൻ ക്ലബും രൂപീകരിക്കാനൊരുങ്ങുകയാണ് ആന്ധ്രയിലെയും തെലങ്കാനയിലെയും പ്രേക്ഷകർ. ఎక్కడో ఇంకో చోట ఒక పెద్ద మనిషికి ఈ భూమి మీద ఉండే మనుషులంటే ఇష్టం. ఎదుటోడి కష్టం విని కళ్ళల్లో నీళ్లు తిరిగి గొంతులో ముద్ద దిగకపోవడం. ആദ്യ 3 ദിവസം കൊണ്ട് 72 കോടി നേടി ജനതാ ഗാരേജ് ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുകയാണ്. നായകൻ ജൂനിയർ NTR ആണെങ്കിലും കയ്യടി നേടുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ തന്നെ. മനമതിയിൽ സാധാരണക്കാരനായി എത്തിയ മോഹൻലാൽ ജനതാ ഗാരേജിൽ മാസ് ലുക്കിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഭാവപകർച്ചകളെ അത്ഭുതത്തോടെ വരവേൽക്കുകയാണ് തെലുങ്ക് സിനിമാ പ്രേമികൾ. సూపర్ మూవీ అండి, ఎక్సలెంట్ యాక్టింగ్ మోహన్ లాల్ గారు అండ్ NTR గారు. జనతా గ్యారేజ్ నీకోసం ఎదురు చూస్తుంటుంది. മോഹൻലാൽ സർ, ഹാറ്റ്സ് ഓഫ്. സോഷ്യൽ മീഡിയയിലും മോഹൻലാലിനെ പ്രശംസ കൊണ്ട് മൂടുകയാണ്. രാജമൌലി അടക്കമുള്ള തെലുങ്ക് സിനിമയിലെ പ്രമുഖരും മോഹൻലാലിലെ നടനെ ആഘോഷിക്കുന്നു. മോഹൻലാലിന്റെ പേരിൽ ആന്ധ്രയിലും തെലങ്കാനയിലുമൊക്കെ ഫാൻസ് അസോസിയേഷനുകൾ വരെ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് ആരാധകരെന്നും വാർത്തകൾ വരുന്നു. കേരളത്തിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയാണ് ജനതാ ഗാരേജ് റിലീസ് ചെയ്തത്. മികച്ച ഓപ്പണിംഗ് കളക്ഷൻ കേരളത്തിൽ നേടാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലും ജനതാ ഗാരേജ് മികച്ച കളക്ഷൻ നേടുകയാണ്. ജനതാ ഗാരേജ്, ഇവിടെ എല്ലാ റിപ്പയറുകളും ചെയ്തു കൊടുക്കപ്പെടും. എന്റർടൈൻമെന്റ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.